ശരപഞ്ചരം റിലീസായിട്ട് 46 കൊല്ലങ്ങളായി. ഹരിഹരനാണ് അതിൻ്റെ ഡയറക്ഷൻ. വളരെ വളരെ നന്നായി കുറേ ദിവസം ഓടിയൊരു പടമാണ്. ഇപ്പോഴത്തെ ജനറേഷൻ കാണേണ്ട ഒരു പടമാണ്. ശരപഞ്ചരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അന്ന് വില്ലനാണ്. ഒരു വില്ലൻ, ഒരു ഹീറോ പരിവേഷം. അദ്ദേഹം ചെയ്യുന്നതൊക്കെ ഭയങ്കര ക്രൂരമായിട്ടല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എങ്കിലും ആളുകൾ അത് ഇഷ്ടപ്പെട്ടു. കാരണം അതൊരു തുടക്കമായിരുന്നു. വില്ലൻ കഥാപാത്രങ്ങൾ അത് തന്മയത്തമായി ജനങ്ങളുടെ മുമ്പിൽ ആ അഭിനയം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അത് വില്ലനാണെങ്കിലും നായകനാണെങ്കിലും ഒക്കെ ആൾക്കാർ കൂടെ വരും. ശരപഞ്ചരം എന്ന് പറഞ്ഞ സിനിമ, ഹരിഹരൻ സാറ് ഡയറക്റ്റ് ചെയ്ത ആ സിനിമ ഒരു വൻ വിജയമായതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം വില്ലനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയി മലയാള സിനിമ, മലയാള പ്രേക്ഷകർ. നമസ്കാരം. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടൻ ജയന്റെ ദീപ്ത സ്മരണകളുമായി ശരപഞ്ചരം വീണ്ടും എത്തുന്നു. ഏപ്രിൽ 25-ന്. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ജയൻ ചേട്ടൻ്റെ ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്താണ് ജയൻ ചേട്ടൻ്റെ, അന്ന് ജയൻ ചേട്ടൻ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ആക്ടറായിരുന്നു. ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ, ശരപഞ്ചരം എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. അത് ഒരു 3 സീനേ ഉള്ളൂ. പക്ഷേ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അതൊക്കെ വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. തീരുമാനിച്ചു അല്ലേ? അതെ. മലരിന്റെ മണമുള്ള രാത്രി, മാസ്മരലയമുള്ള ഈ കുതിരകളി നാശം മുഴുവൻ വരുത്തി വെച്ചു. நிஜம்மா இது நிஜம்மா, இந்த குதிரைக்காரனாய் வந்தவன் കുടുംബക്കാരനായി മാറിയതും നിജമ്മാ. ഇവരെ നമുക്ക് പന്തയത്തിന് കൊണ്ടുപോകണം. ക്ഷമിക്കണം പോലും. എടാ, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഒരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, മേലാൽ ഇത്തരം കാര്യങ്ങളിൽ എന്നെ നിയന്ത്രിക്കാൻ മെനക്കെടരുത്. കണ്ണുപിടിക്കണ്ട. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എന്നെ പിടിച്ച നിന്റെ ന്യായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ശൃംഗാരം കുറച്ചു വർഷങ്ങളായല്ലോ നേരിട്ട് സംസാരിച്ചിട്ട്. ഇനി സംസാരിക്കാതിരിക്കാൻ വയ്യ. ആരാണ് ചിത്രം താഴെയിട്ട് നശിപ്പിച്ചത്? അതിനെനിക്ക് ഇപ്പോഴും ഇവിടെ ആളുകളും അധികാരമുണ്ട്. പക്ഷെ ഒരു കാര്യം, ഞാൻ ഇവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ അമ്മയുടെയും മകളുടെയും ജീവൻ എന്റെ കയ്യിലുണ്ടായിരിക്കും. അമ്പലക്കുളത്തിലെ ആമ്പൽ പോലെ, കണ്വാശ്രമത്തിലെ മാൻ പോലെ. ഞാൻ കയറ്റിവിട്ട ആ കുതിരയെ നീ അവിടുന്ന് ഇറക്കി വിടണം. നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ വെച്ച് ഇതിനൊക്കെ ധൈര്യം വന്നു? ഈ ധൈര്യം എന്റെ കൂടപ്പിറപ്പാണ്.